റെഗുലറായിട്ട് ക്രെഡിറ്റ് റിപ്പോർട്ടും സ്കോറും ചെക്ക് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. എനിക്ക് പേഴ്സണലി കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. ആ ഒരു വീഡിയോ കാണാത്തവരാണെങ്കിൽ ആദ്യം ആ ഒരു വീഡിയോ കാണുക, അതിനുശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണുക. ലിങ്ക് ഐ ബട്ടണിൽ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്രെഡിറ്റ് സ്കോറും റിപ്പോർട്ടും ചെക്ക് ചെയ്യാൻ നമുക്ക് പല ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നമുക്ക് ഫ്രീ ആയിട്ടുള്ള ഓപ്ഷൻ ആണെങ്കിൽ നമുക്ക് വൺ സ്കോർ ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് ഒരു മാസത്തിൽ ഒരു തവണ സൗജന്യമായിട്ട് നമുക്ക് ക്രെഡിറ്റ് റിപ്പോർട്ടും സ്കോറും ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അതുകൂടാതെ നമുക്ക് ഈ പറഞ്ഞ ബ്യൂറോ സിബിൽ ആണെങ്കിലും എക്സ്പീരിയൻ ആണെങ്കിലും ക്രിഫ് ആണെങ്കിലും ഇക്വിഫാക്സ് ആണെങ്കിൽ നമുക്ക് അവരുടെ സബ്സ്ക്രിപ്ഷൻ പ്ലാൻസ് അവൈലബിൾ ആണ്. മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ഉണ്ട്, ഇയർലി സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിലൊരു പെയ്ഡ് പ്ലാൻ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അവരിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് റിപ്പോർട്ട് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഇയർലി പ്ലാൻ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട്. സിബിലാണെങ്കിൽ ഇയർലി പ്ലാനിൻ്റെ ചാർജ് വരുന്ന 1200 രൂപയാണ്. ഇനി എക്സ്പീരിയൻ ആണെങ്കിൽ 499 രൂപയും ക്രിഫും അതുപോലെ ഇക്വിഫാക്സും ആണെങ്കിൽ 999 രൂപയ്ക്കാണ് അവരുടെ ആനുവൽ സബ്സ്ക്രിപ്ഷൻ്റെ പ്ലാൻ വരുന്നത്. ഇത്തരത്തിലുള്ള സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത് നമുക്ക് ഡെയിലി നമ്മുടെ സ്കോർ നമുക്ക് റിഫ്രഷ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് സൗജന്യമായിട്ട് കിട്ടുന്ന പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് മാസത്തിൽ ഒരു വട്ടമാണ് റിഫ്രഷ് ചെയ്യാനായിട്ട് സാധിക്കുക. അതായത് നമ്മുടെ ലേറ്റസ്റ്റ് സ്കോറും റിപ്പോർട്ടും അപ്ഡേറ്റ് ആവുക മാസത്തിൽ ഒരു തവണയായിരിക്കും. മറ്റേത് നമ്മൾ പെയ്ഡ് പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ ഡെയിലി നമ്മുടെ റിപ്പോർട്ടൊക്കെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. നമ്മളുടെ ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ അനുസരിച്ച് നമ്മുടെ റീപേയ്മെൻറ്റ് ഹിസ്റ്ററിയും അതുപോലെ തന്നെ ക്രെഡിറ്റ് എൻക്വയറിയും പുതിയ അക്കൗണ്ട് ഓപ്പണിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഡെയിലി നമ്മുടെ സ്കോറും റിപ്പോർട്ടും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. അതാണ് സിബിൽ ഉൾപ്പെടെയുള്ള ബ്യൂറോകളുടെ പെയ്ഡ് പ്ലാനും നമുക്ക് സൗജന്യമായിട്ട് മാസത്തിൽ ഒരു വട്ടം നമ്മുടെ സ്കോർ ചെക്ക് ചെയ്യാൻ സാധിക്കുന്ന പ്ലാറ്റ്ഫോമുകളിൽ കിട്ടുന്ന റിപ്പോർട്ട് തമ്മിലുള്ള വ്യത്യാസം. ഇനി ഇത് കൂടാതെ നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് നോക്കുന്നതെങ്കിൽ നമുക്ക് പൈസ ബസാറിൽ ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. പൈസ ബസാറിൽ നമുക്ക് ഓൾറെഡി ഗൂഗിൾ പേയിലും ഫോൺ പേയിലൊക്കെ ഉള്ളതുപോലെ മാസത്തിൽ ഒരു തവണ സൗജന്യമായിട്ട് റിപ്പോർട്ട് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. അത് കൂടാതെ പൈസ ബസാറിൽ നമുക്ക് പെയ്ഡ് പ്ലാൻസ് അവൈലബിൾ ആണ്. അവരുടെ ക്രെഡിറ്റ് ഹെൽത്ത് പ്രോ എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അതിനകത്ത് നമുക്ക് ഡെയിലി പ്ലാൻ ഉണ്ട്, അതുപോലെ തന്നെ മന്ത്ലി പ്ലാൻ ഉണ്ട്, അതുപോലെ തന്നെ ഇയർലി പ്ലാൻ ഉണ്ട്. ഡെയിലി പ്ലാൻ ആണെങ്കിൽ നമ്മൾ 27 രൂപ കൊടുത്ത് കഴിഞ്ഞാൽ ഡെയിലി നമുക്ക് നമ്മളുടെ റിപ്പോർട്ട് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ദിവസം 27 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലേറ്റസ്റ്റ് റിപ്പോർട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അത് നമുക്ക് 4 ബ്യൂറോയുടെയും കിട്ടും, സിബിലിൻ്റെയും കിട്ടും, എക്സ്പീരിയൻ്റെയും കിട്ടും, ക്രിഫിൻ്റെയും കിട്ടും, ഇക്വിഫാക്സിൻ്റെയും കിട്ടും. ഇനി മന്ത്ലി പ്ലാൻ ആണെങ്കിൽ ഏകദേശം 117 രൂപയാണ് ചാർജ് വരുന്നത്. ഇത് കൂടാതെ നമുക്ക് ഇയർലി പ്ലാൻ അവൈലബിൾ ആണ്. ഇയർലി പ്ലാനിൻ്റെ ചാർജ് 399 രൂപയാണ്. കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു വർഷത്തേക്ക് നമുക്ക് നമ്മുടെ സിബിൽ റിപ്പോർട്ടും സ്കോറും അറിയാം, എക്സ്പീരിയൻ, ക്രിഫ്, ഇക്വിഫാക്സ് അങ്ങനെ 4 ബ്യൂറോയുടെയും സ്കോറും റിപ്പോർട്ടും അറിയാം. ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ബ്യൂറോകളുടെ കയ്യിൽ നിന്ന് സബ്സ്ക്രിപ്ഷൻ എടുക്കുമ്പോൾ നമുക്ക് ഡെയിലി റിഫ്രഷ് അവൈലബിൾ ആണ്. ഇവിടെ നമുക്ക് വീക്ക്ലി റിഫ്രഷ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. 4 ബ്യൂറോയിൽ നമുക്ക് ആഴ്ചയിൽ ഒരു വട്ടമായിരിക്കും നമ്മുടെ ലേറ്റസ്റ്റ് സ്കോറും അതുപോലെ തന്നെ റിപ്പോർട്ടും നമുക്ക് റിഫ്രഷ് ചെയ്യാനായിട്ട് സാധിക്കും. എന്തായാലും ഡെയിലി നമ്മുടെ സ്കോറും റിപ്പോർട്ടും ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വീക്ക്ലി ആണെങ്കിലും ചെക്ക് ചെയ്താൽ മതിയാകും. സോ അതുകൊണ്ട് തന്നെ നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മുടെ സ്കോറും അതുപോലെ തന്നെ റിപ്പോർട്ടും ആക്സസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനായിട്ട് പൈസ ബസാറിൻ്റെ ഒരു ഓപ്ഷൻ നമുക്ക് കാണാം. പിന്നെ പൈസ ബസാറിൽ സ്കോറൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെയ്ഡ്, അതായത് അവരുടെ സർവീസ് കോളും കാര്യങ്ങളൊക്കെ വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ആപ്പിൽ തന്നെ നമുക്കത് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ അവൈലബിൾ ആണ്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റിംഗ് കോൾസ് ഒന്നും വരികയില്ല. ഞാൻ പേഴ്സണലി ഒരു പൈസ ബസാറിൻ്റെ 399 ഇയർലി പ്ലാനും എടുത്തിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് നോക്കാം, എങ്ങനെയാണ് നമുക്ക് റിപ്പോർട്ട് വരുന്നത്, അതുപോലെ തന്നെ നമുക്ക് എങ്ങനെ മാർക്കറ്റിംഗ് കോൾസൊക്കെ ഓഫ് ചെയ്യാം, അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ. വെൽക്കം ടു അനദർ വീഡിയോ. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ, ലിങ്ക് ഇൻ ബിലോ. സോ ഇതാണ് ഈ ഒരു പൈസ ബസാറിൻ്റെ ക്രെഡിറ്റ് ഹെൽത്ത് പ്രോ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ. നമുക്ക് ലേറ്റസ്റ്റ് സ്കോർ റിപ്പോർട്ട് കിട്ടും, വീക്ക്ലി സ്കോർ അപ്ഡേറ്റ്, പിന്നെ നമ്മുടെ സ്കോർ ഇംപ്രൂവ് ചെയ്യാനുള്ള ടിപ്സ്, പിന്നെ പേഴ്സണലൈസ്ഡ് വീഡിയോ റിപ്പോർട്ട്. മന്ത്ലി പ്ലാൻ 34 രൂപ ആണ്. 90 അത് ചില സമയത്ത് മാറുന്ന വീഡിയോയിൽ പറഞ്ഞാൽ ചിലപ്പം ഈ പ്ലാൻ ആയിരിക്കത്തില്ല, ഇതിങ്ങനെ ഓൾമോസ്റ്റ് ആ ഒരു ഓഫർ പ്രൈസ് വരുമ്പോൾ മാറിക്കൊണ്ടിരിക്കും. മന്ത്ലി പ്ലാൻ 34 രൂപ, നോർമലി 99 രൂപയാണ്, ഇപ്പോൾ 34 രൂപ. പിന്നെ വൺ ഡേ പ്ലാൻ 117 രൂപ ആയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ ഒരു വൺ ഡേ പ്ലാൻ 21 രൂപയ്ക്ക് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഇയർലി പ്ലാൻ 399 രൂപ തന്നെയാണ്, അതിനകത്ത് മാറ്റമില്ല. ഞാൻ പർച്ചേസ് ചെയ്ത് 399 രൂപയ്ക്കാണ്. സോ ഇങ്ങനെ 3 പ്ലാൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു പൈസ ബസാർ ആപ്പിൽ നമുക്ക് താഴെ നമുക്ക് നമ്മുടെ ഒരു പ്രൊഫൈൽ ഒക്കെ കാണാം. അതിൻ്റെ അകത്ത് നമുക്ക് കമ്മ്യൂണിക്കേഷൻ പ്രിഫറൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ അകത്ത് നമുക്ക് വാട്സപ്പ്, SMS, ഇമെയിൽ, കോൾ എന്നിങ്ങനെ കുറച്ച് ഓപ്ഷൻസ് കാണാം. ഇതൊക്കെ ഓഫാക്കി ഇട്ട് കഴിഞ്ഞാൽ ഇവരുടെ ലോൺ അതുപോലെ തന്നെ കാർഡ് ഓഫേഴ്സ് അതുമായി ബന്ധപ്പെട്ടുള്ള കോൾ വരുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾക്ക് കോൾ മാത്രം ഒഴിവാക്കിയാൽ മതിയെങ്കിൽ അത് മാത്രം ഓഫാക്കിയിട്ട് ബാക്കി എനേബിൾ ചെയ്തിടാം. ഒന്നും വേണമെങ്കിൽ ഇതെല്ലാം ഓഫാക്കി ഇട്ടാൽ മതിയാകും. പിന്നെ നമുക്ക് ഈ ഒരു കാർഡ് ഓഫർ ഉണ്ട് അല്ലെങ്കിൽ ലോൺ ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞുള്ള പൈസ ബസാറിൻ്റെ കോൾസും കാര്യങ്ങളൊക്കെ വരുന്നത് ഒഴിവാകും. ഇതിപ്പോൾ ഞാൻ ഇവരുടെ 399 രൂപയുടെ പ്ലാൻ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ വരുന്നൊരു ഓപ്ഷൻ ഇതാണ്. നമുക്കിവിടെ താഴെ
ഇവിടെ ഒരു ഐക്കണുണ്ട്, ക്രെഡിറ്റ് സ്കോറിൻ്റെ ഒരു ഐക്കണുണ്ട്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മെനുവിലേക്ക് എത്താം. ഇവിടെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് സിബിൽ, എക്സ്പീരിയൻ, ഇക്വിഫാക്സ്, ഐമാർക്ക് അങ്ങനെ 4 വിൻഡോസ് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഫസ്റ്റ് നമ്മുടെ സ്കോർ കാണാം. ഇതിങ്ങനെ ഓരോരോ ബ്യൂറോയിലേക്ക് നമുക്ക് മാറ്റി നോക്കാം. അപ്പോൾ ഓരോന്നിൻ്റെയും സ്കോർ നമുക്ക് റീഫ്രഷ് ചെയ്യാനായിട്ട് സാധിക്കും ഓരോ ആഴ്ചയിൽ. ഇപ്പോൾ സിബിലിൻ്റെത് ഞാനിപ്പോൾ ഇന്ന് റീഫ്രഷ് ചെയ്തപ്പോൾ നെക്സ്റ്റ് റിപ്പോർട്ട് വരുന്നത് 13-ാം തീയതിയാണ്, ഏപ്രിൽ 13-നാണ്, 6-ാം തീയതി. ഇന്നിപ്പോൾ റിഫ്രഷ് ചെയ്തു 13 വരും. ഇപ്പോൾ എക്സ്പീരിയൻ എടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് ഞാൻ റിഫ്രഷ് ചെയ്തത് 28 മാർച്ചാണ്. അപ്പോൾ പുതിയ റിഫ്രഷ് അവൈലബിൾ ആണ്. അത് റിഫ്രഷ് കൊടുത്തു കഴിഞ്ഞാൽ പുതിയ സ്കോർ അപ്ഡേറ്റ് ആയി വരും. എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ആയിട്ട് വരും. അങ്ങനെ നമുക്ക് ഓരോന്നിൻ്റെയും നമുക്ക് റിഫ്രഷ് ചെയ്യാം. ഇക്വിഫാക്സിൻ്റെ റിഫ്രഷ് ചെയ്യാം. 887 ഇപ്പോൾ നിലവിൽ. അപ്പോൾ അതിനകത്ത് മാറ്റമൊന്നുമില്ല. ഹൈ മാർക്ക് നോക്കിക്കഴിഞ്ഞാൽ, കർഫ് നോക്കിക്കഴിഞ്ഞാൽ 822 ഇപ്പോൾ നിലവിൽ. ആദ്യം റിഫ്രഷ് കൊടുക്കാം, എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ അതും റിഫ്രഷ്, അതിൻ്റെ അകത്ത് മാറ്റമൊന്നുമില്ല. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് റിഫ്രഷ് ചെയ്തതിൽ സിബിലിൻ്റെ സ്കോറിൽ ചെറിയൊരു മാറ്റം, 1 പോയിൻറ്റ് കൂടിയിട്ടുണ്ട്. 797 എന്നുള്ളത് 798 മാറിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ സ്കോർ നമുക്കറിയാം. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽഡ് റിപ്പോർട്ട് അറിയാനായിട്ട് ഡൗൺലോഡ് റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അത് നമുക്ക് ഓരോ ബ്യൂറോയുടെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഈ ഒരു സബ്സ്ക്രിപ്ഷൻ എടുത്ത ഓരോ മാസത്തെ ഇതിൻ്റെ അത് അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ ഏപ്രിലെ വേണോ അല്ലെങ്കിൽ മാർച്ച് മാസത്തെ ആണോ, അങ്ങനെ നമുക്ക് ഏത് മാസത്തെ റിപ്പോർട്ടാണ് വേണ്ടത് അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം റിപ്പോർട്ട് ലാംഗ്വേജ് ഇംഗ്ലീഷും, ഹിന്ദി, മറാഠി, അങ്ങനെ കുറച്ച് ലാംഗ്വേജസ് അവൈലബിൾ ആണ്. മലയാളം അവൈലബിൾ അല്ല. സോ വേണ്ട ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഡൗൺലോഡ് കൊടുക്കുക. അതിൻ്റെ പാസ്വേഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കും, ഇല്ലെങ്കിൽ ഈ ഒരു കോമ്പിനേഷൻ നിങ്ങളുടെ നെയിമിൻ്റെ ആദ്യത്തെ 4 ഡിജിറ്റ് അപ്പർ കേസ് പ്ലസ് നിങ്ങളുടെ മൊബൈൽ നമ്പറിൻ്റെ ലാസ്റ്റ് 4 ഡിജിറ്റ് ആയിരിക്കും. സോ അങ്ങനെ നമ്മൾ ഡീറ്റെയിൽഡ് റിപ്പോർട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. പിന്നെ ലാസ്റ്റ് 4 മന്തിൽ എന്ത് ചേഞ്ചാണ് വന്നതെന്ന് നമുക്കിവിടെ കാണാം. അങ്ങനെ ഒരു അനാലിസിസും കാര്യങ്ങളൊക്കെ കൊടുക്കും. ഇപ്പോൾ ജനുവരിയിൽ എൻ്റെ 772 ആയിരുന്നു, അത് 798 മാറി, 26 പോയിൻറ്റ് കൂടി. അതിനകത്ത് പേയ്മെൻറ്റ് മെയ്ഡ് ഓൺ ടൈം നോക്കിക്കഴിഞ്ഞാൽ സെയിം ആണ്, എപ്പോഴും 100% തന്നെയാണ്. പിന്നെ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ അത് കുറഞ്ഞു, 37% നിന്നും 6.6% കുറഞ്ഞു. പിന്നെ ആക്റ്റീവ് ക്രെഡിറ്റ് അക്കൗണ്ട് അത് കൂടി, 3-ൽ നിന്ന് 5 കൂടി. പിന്നെ ക്രെഡിറ്റ് എൻക്വയറീസ് 3 എൻക്വയറി വന്നിട്ടുണ്ട്. അത് 3 എൻക്വയറി വന്നു. അപ്പോൾ ഞാനിപ്പോൾ ഹൊറൈസൺ കാർഡ് എടുത്തു, അപ്പോൾ അതിൻ്റെ ഒരു എൻക്വയറി വന്നു. അങ്ങനെ ഒരു 3 എൻക്വയറി ആണ് ഈ ഒരു ലാസ്റ്റ് 4 മന്തിൽ വന്നിരിക്കുന്നത്. സോ അങ്ങനെ നമ്മുടെ ഒരു 4 മാസത്തിൽ വന്ന ചേഞ്ചും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അവർ തന്നെ ഒരു റിപ്പോർട്ടായിട്ട് പ്രൊവൈഡ് ചെയ്യും. ഇങ്ങനെ നമുക്ക് ഓരോ ബ്യൂറോയുടെയും റിപ്പോർട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്യാതെ റിപ്പോർട്ട് സമ്മറി അറിയാനായിട്ട് നമ്മൾ താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ റിപ്പോർട്ട് സമ്മറി ഉണ്ട്, ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സമ്മറി റിപ്പോർട്ട് ഡീറ്റെയിൽ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാതെ സമ്മറി വരും. പേയ്മെൻറ്റ് ഹിസ്റ്ററി 100% അത് നമുക്ക് ഓരോന്നിൻ്റെ അറിയണമെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓരോ ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ടിലും അതിൻ്റെ പേയ്മെൻറ്റ് സമ്മറിയും കാര്യങ്ങളൊക്കെ വരും. അതേപോലെ തന്നെ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ വരും, അത് 6.6%. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ കാർഡിൻ്റെ ലിമിറ്റ്, അതിൽ എത്ര പെർസെൻറ്റേജ് ഉപയോഗിച്ചു എന്നൊക്കെ അറിയാം. പിന്നെ ക്രെഡിറ്റ് എൻക്വയറി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് എൻക്വയറിയാണ് വന്നിരിക്കുന്നത് അതൊക്കെ അറിയാം. പിന്നെ ക്രെഡിറ്റ് മിക്സ് അറിയാം. പിന്നെ ക്രെഡിറ്റ് ഏജ് 7+ ഇയേഴ്സ്, ഓൾഡസ്റ്റ് ക്രെഡിറ്റ് അക്കൗണ്ട് ഏതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ അറിയാനായിട്ട് സാധിക്കും. ഇങ്ങനെ നമുക്ക് ഓരോ ക്രെഡിറ്റ് ബ്യൂറോയുടെ നമുക്ക് അറിയാം. എക്സ്പീരിയൻ, ഇക്വിഫാക്സ്, ഹൈമാർക്ക്, അങ്ങനെ എല്ലാ ബ്യൂറോയുടെ 4 ബ്യൂറോയാണ് നമുക്ക് ഇന്ത്യയിലുള്ളത്. ആ 4 ബ്യൂറോയുടെ നമുക്ക് ഈ ഒരൊറ്റ വിൻഡോയിൽ നിന്ന് തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് സാധിക്കും. ഇനി ഒരു എറർ വന്നു ഒരു റിപ്പോർട്ട് ഫയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാ ബ്യൂറോയുടെയും താഴെ, റിപ്പോർട്ടിൻ്റെ താഴെ നമുക്ക് റിപ്പോർട്ട് ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഇത് എക്സ്പീരിയൻ റിപ്പോർട്ടാണ്. സോ റിപ്പോർട്ട് എക്സ്പീരിയൻ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്താണ് ആ ഒരു ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യേണ്ടത്, അതിൻ്റെ റീസൺ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഒരു അക്കൗണ്ട് നിങ്ങളുടേതല്ലാത്ത ഒരു അക്കൗണ്ട് വന്നു എന്ന് കരുതുക, ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഇപ്പോൾ റിപ്പോർട്ടിലുള്ള അക്കൗണ്ട്സ് വരും. അതിൽ ഏത് അക്കൗണ്ടാണ് നിങ്ങളുടേതല്ലാത്തത് അത് സെലക്ട് ചെയ്യുക. അപ്പോൾ സെൻഡ് ആൻ ഇമെയിൽ റിപ്പോർട്ട് എക്സ്പീരിയൻ എന്നൊക്കെ വരും. അപ്പോൾ റിപ്പോർട്ട് എക്സ്പീരിയൻ കൊടുത്തു കഴിഞ്ഞാൽ എക്സ്പീരിയൻ്റെ വെബ്സൈറ്റ് വഴി എങ്ങനെയാണ് ഡയറക്റ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടത്, അപ്പോൾ അതിനായിട്ട് കൊടുക്കേണ്ട ERN ആൻഡ് UTI നമ്പർ, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യും. അതിൻ്റെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഇവർ തന്നെ പറഞ്ഞു തരും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇമെയിലാണ് അയക്കേണ്ടതെങ്കിൽ സെൻഡ് ഇമെയിൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു മെയിലൊക്കെ കമ്പോസ് ആയിട്ട് വരും. നമ്മുടെ പേയ്മെൻറ്റ്, നമ്മുടെ ആ ഒരു പാൻ നമ്പറും നമ്മുടെ ആ ഒരു ലോൺ അക്കൗണ്ടും അങ്ങനെ എന്താണ് എറർ, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വെച്ചുകൊണ്ട് ഒരു മെയിൽ കമ്പോസ് ആയിട്ട് വരും. നമ്മുടെ രജിസ്റ്റേർഡ് ഇമെയിൽ ഐഡിയിൽ നിന്നും മെയിൽ സെൻഡ് ആകുന്ന രീതിയിൽ വരും. എക്സ്പീരിയൻ്റെ ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യുന്നതിൻ്റെ മെയിൽ ഐഡിയും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്ക് വരും. അപ്പോൾ അങ്ങനെ നമുക്ക് മെയിൽ അയക്കാം. പക്ഷേ ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞ രീതിയിൽ ഞാൻ സിബിലിൻ്റെ ഒരു എറർ ഇതുപോലെ ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാൻ നോക്കിയപ്പോൾ മെയിലൊക്കെ സെൻഡ് ചെയ്തു. പക്ഷേ എറർ എന്ന രീതിയിലാണ് സിബിലിൻ്റെ ഭാഗത്ത് നിന്ന് മെയിൽ വന്നത്. അത് കംപ്ലീറ്റ് ആയിട്ട് ആ ഡിസ്പ്യൂട്ട് ഫയൽ ആയില്ല. സോ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഡിസ്പ്യൂട്ടൊക്കെ ഫയൽ ചെയ്യാനായിട്ട് എളുപ്പം ഡയറക്റ്റായിട്ട് അവരുടെ ആ ഒരു ബ്യൂറോ വഴി, ഇപ്പോൾ സിബിലാണെങ്കിൽ സിബിലിൻ്റെ വെബ്സൈറ്റ് വഴി അങ്ങനെ ഡയറക്റ്റായിട്ട് ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യുന്നതാണ് എന്തുകൊണ്ടും ബെറ്റർ ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. സോ ഇതാണ് പൈസ ബസാറിൻ്റെ ക്രെഡിറ്റ് ഹെൽത്ത് പ്രോ എന്ന് പറഞ്ഞ അവരുടെ ഒരു പെയ്ഡ് പ്ലാൻ. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി